ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, പലപ്പോഴും ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ ഒത്തിരി ആലോചിക്കാറുണ്ട്. ചിലപ്പോഴെങ്കിലും നമ്മൾ തന്നെ മനസ്സിൽ പറയും, അല്പം കൂടെ വിവേകത്തോടെ പെരുമാറായിരുന്നു, അല്പം കൂടെ ജ്ഞാനത്തോടെ വിവേകത്തോടെ തീരുമാനങ്ങൾ എടുക്കാമായിരുന്നു, എങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നില്ല. പ്രിയമുള്ളവരെ, ഇതാ വിവേകത്തോടെ ജ്ഞാനത്തോടെ തീരുമാനങ്ങളെടുത്ത് ദൈവകൃപയിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ ഈശോ നമ്മളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേക വചനം ഇതാണ്. നെഹമ്യായുടെ പുസ്തകം 9-ാം അധ്യായം 20-ാം തിരുവചനം. അവിടുന്ന് തൻ്റെ ചൈതന്യം പകർന്ന് അവരിൽ വിവേകം ഉദിപ്പിച്ചു. പ്രിയമുള്ളവരെ, ഏതൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴും അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഈ ചൈതന്യമാണ്. അതല്ല ഈശോ നമ്മളോട് പറഞ്ഞത്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. നമ്മളെ പഠിപ്പിക്കും. നമ്മുടെ ചിന്തയ്ക്കും ബുദ്ധിക്കും കാഴ്ചപ്പാടുകൾക്കും അതീതമായി പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ ഉചിതമായ തീരുമാനമെടുക്കുവാനും ജീവിതത്തെ പ്രത്യാശയോടുകൂടെ മുന്നോട്ട് നയിക്കുവാനും നമ്മളെ സഹായിക്കും. അതിനാൽ പ്രിയമുള്ളവരെ, നമ്മൾ പ്രത്യേകമായിട്ടിന്ന് പ്രാർത്ഥിക്കുകയാണ്, പരിശുദ്ധാത്മാവേ, എനിക്ക് വിവേകം നൽകണമേ, ജ്ഞാനം നൽകണമേ. എൻ്റെ തെറ്റായ ചിന്താരീതികളെ എടുത്തു മാറ്റി വിവേകത്തോടെ പെരുമാറുവാനായിട്ടുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പലപ്പോഴും നമ്മുടെ ബന്ധങ്ങളിലും നമ്മുടെ കൂട്ടായ്മകളിലുമൊക്കെ അസ്വസ്ഥത സൃഷ്ടിക്കുന്നത് നമ്മൾ എടുത്തു ചാടി പല കാര്യങ്ങളും പറയുന്നത് കൊണ്ടും എടുത്തു ചാടി ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ടുമാണ്. വിവേകം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഈ ദുസ്വഭാവങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം ഇന്നത്തെ നമ്മുടെ ജീവിതത്തെ ഒന്ന് ചേർത്ത് വയ്ക്കാം. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്തെ പകർന്നു നൽകണമേ, വിവേകം നൽകണമേ. ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുവാനും ജീവിതത്തെ വ്യക്തമായ രീതിയിൽ കൃത്യമായ രീതിയിൽ മുൻപോട്ട് നയിക്കുവാനും വിവേകത്തോടെ പെരുമാറുവാനും പരിശുദ്ധാത്മാവിൻ്റെ ഈ ഒരു അത്ഭുതകരമായ ഇടപെടൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടി ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പ്രാർത്ഥനയോടെ ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും